ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം മുടക്കാൻ ശ്രമിക്കുന്ന മുരളി മന്ത്രിയോട് ഒരു ഉശിരൻ മറുപടി എത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഷിജു ഖാൻ കൊടുത്ത മറുപടി മന്ത്രി ഒന്ന് ചെവി തുറന്ന് കേൾക്കണം. മന്ത്രി കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തമ്പ്രാനായി അല്ലെങ്കിൽ രായാവായി എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് മന്ത്രിപദം എന്നത് കേവലം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പോറ്റുന്ന ഒരു സ്ഥാനം മാത്രമാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പ്രതികരണം. മുരളീധര, ഇപ്പോഴല്ല ഒരു ജന്മം കൂടി ജനിച്ചാലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇന്ന് ശ്രീ കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന ഞാൻ ഓർമ്മിക്കുകയാണ്. മിസ്റ്റർ കെ മുരളീധരൻ, നിങ്ങൾ പറഞ്ഞത് ബാനർ വയ്ക്കാൻ അനുവദിക്കുകയില്ല, ആശുപത്രികളിൽ ഇപ്രകാരമുള്ള നടപടികൾ അനുവദിക്കുകയില്ല എന്നന്ന് പറയുകയുണ്ടായി. ഡിവൈഎഫ്ഐ അങ്ങയോട് ചോദിച്ചിട്ടല്ല 2017 ആണ്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയപൂർവം എന്ന പേരിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. പിന്നെ ശ്രീ കെ മുരളീധര, ഞങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഡിവൈഎഫ്ഐ ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത് നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ടല്ല. നിങ്ങളുടെ അനുമതി വാങ്ങേണ്ട ആവശ്യവും ഡിവൈഎഫ്ഐക്കില്ല. പിന്നെ ബാനർ കെട്ടിയതിനെ കുറിച്ച് മിസ്റ്റർ കെ മുരളീധര, ഞങ്ങൾ ഈ ബാനർ കെട്ടിയത്, ഞങ്ങൾ ഈ പോസ്റ്റർ പതിച്ചത് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന നിങ്ങളൊന്ന് വന്നു നോക്കിയാൽ കാണും. ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് കൊടുക്കുന്ന സൗജന്യ ഉച്ചഭക്ഷണ പൊതിയാണ്. 100-120 രൂപയും കൊടുത്ത് ഓരോ ദിവസവും ഭക്ഷണം വാങ്ങി കഴിക്കാൻ സാധിക്കാത്ത രോഗികളുണ്ട്, ദുർബലരായ മനുഷ്യരുണ്ട്, അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, അതിൽ കോൺഗ്രസുകാരുണ്ടാവാം, അതിൽ ബിജെപിക്കാരുണ്ടാകാം, അതിൽ മുസ്ലിം ലീഗുകാരുണ്ടാകാം, ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്തവരുണ്ടാകാം. ഞങ്ങൾ ബാനർ കെട്ടിയത് പൊതുസ്ഥാപനത്തിലാണ്. ആ മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ കൂടി വിയർപ്പിന്റെ ഭാഗമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് പാവപ്പെട്ട മനുഷ്യരുടെ കൂടി വിയർപ്പിന്റെ ഭാഗമാണ് ആ മെഡിക്കൽ കോളേജ്. ഞങ്ങൾ ബാനർ കെട്ടിയത് അങ്ങയുടെ വീടിന്റെ അകത്തളത്തിലല്ല. ഞങ്ങൾ ബാനർ കെട്ടിയത് അങ്ങയുടെ ഓഫീസിന്റെ വളപ്പിലല്ല. ഞങ്ങൾ ബാനർ കെട്ടിയത് അങ്ങയുടെ ബെഡ്റൂമിലേക്കല്ല. ഞങ്ങൾ ബാനർ കെട്ടിയത് കേരളത്തിന്റെ പൊതുസ്വത്തായ മെഡിക്കൽ കോളേജിലാണ്. ഞങ്ങൾ കെട്ടിയ ബാനർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മനുഷ്യരുടെ ഹൃദയത്തിലാണ്. നിങ്ങൾ അഴിച്ചു മാറ്റിയാൽ ആ ബാനറല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് കെട്ടിയ സ്നേഹത്തിന്റെ ബാനറായിരിക്കാം. മുരളീധര, ഇപ്പോഴല്ല ഒരു ജന്മം കൂടി ജനിച്ചാലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതെ, മന്ത്രി ഇനി പല ജന്മം ശ്രമിച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് വാർത്ത സൃഷ്ടിക്കാനും കുറച്ച് ആൾക്കാർക്ക് ഒരു സന്തോഷം കൊടുക്കാനും മനസ്സിന്റെ സംതൃപ്തിയും മുൻനിർത്തിക്കൊണ്ടുള്ള ഈ പ്രവർത്തനം അത് എത്ര ദിവസം പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒറ്റ മാസം കൊണ്ട് 100 പേർക്കാണ് മന്ത്രിയുടെ കഴിവിന്റെ മികവ് കൊണ്ട് കാലപുരിക്ക് പോകേണ്ടി വന്നത്. ഈ നാട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യരാണ്. ആ പ്രവർത്തനങ്ങളിൽ ഒന്നും ശ്രദ്ധ ചെലുത്താതെ മറ്റു ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഈ നാട്ടിലെ ചില ഇടതുപക്ഷ വിരുദ്ധരെ സംതൃപ്തിപ്പെടുത്താനും ചില ഇടതുപക്ഷ വിരോധ മാധ്യമങ്ങളെ സുഖിപ്പിക്കാനും പരിശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കാൻ തൽക്കാലം തയ്യാറല്ല. ആശുപത്രിയുടെ സ്ഥലം പൊതുസ്വത്തല്ല, മന്ത്രിയുടേതാണെന്ന് ചിന്തിക്കുന്ന ആ മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തെയാണ് നമ്മൾ കാണേണ്ടത്. മന്ത്രി കസേര എന്നാൽ ഈ നാടിന്റെ മുഴുവൻ അധികാര കസേര എന്നല്ല അർത്ഥം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളെ മുടക്കിക്കൊണ്ട് മിടുക്കനാകാൻ ശ്രമിക്കുകയല്ല മന്ത്രിയായാൽ ചെയ്യേണ്ടതെന്ന് കൂടി മുരളീധരനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാണ് ഷിജു ഖാൻ പറഞ്ഞൊരു വാചകം ആവർത്തിച്ച് പറയേണ്ടി വന്നത്. ഈ ജന്മമല്ല, പല ജന്മം എടുത്താലും ഡിവൈഎഫ്ഐ ജനങ്ങൾക്കിടയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തടയിടാൻ മുരളീധരന് കഴിയത്തില്ല. കാരണം മുരളീധരൻ പഠിച്ച സ്കൂളിൽ നിന്നല്ല ഡിവൈഎഫ്ഐക്കാർ രാഷ്ട്രീയം പഠിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.